ഏതൊരു പുതിയ ലാംഗ്വേജ് നമ്മൾ പഠിച്ചാലും അതിനകത്ത് നമുക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ഡൗട്ട്സിനെ തുടങ്ങുമ്പം തന്നെ അതിനെ ക്ലിയർ ചെയ്യണം. നമ്മൾ പറയും നിപ്പിറ്റ് ഇൻ ദ ബഡ്, മുളയിലേ നുള്ളിക്കളയുക. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഇതുപോലത്തെ ചില ഡൗട്ടുകൾ നമുക്കുണ്ടാവും. റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഡൗട്ട് ഇന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ക്ലോത്ത്സ്, ക്ലോത്ത് ആൻഡ് ക്ലോതിങ്. ഈ മൂന്നെണ്ണം പല കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ് ഓൾസോ. പക്ഷേ ചിലർക്ക് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ആ ക്ലാരിഫിക്കേഷൻ ഇപ്പം നമ്മൾ വരുത്താൻ പോവാണ്. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് വൺ, ക്ലോത്ത്സ്, CLOTHES എന്ന് പറയുന്നത് നമ്മളിടുന്ന വസ്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡ്രസ് ദാറ്റ് വി വെയർ. നമ്മൾ അമ്മമാർ പറയത്തില്ലേ, കൊണ്ട് ആ ക്ലോത്ത്സ് മുഴുവൻ കൊണ്ട് അല്ലെങ്കിൽ തുണി മുഴുവൻ കൊണ്ട് കഴുകാനിടുമെന്ന് പറയും. സോ ഈ സേ പുട്ട് യുവർ ക്ലോത്ത്സ് ഫോർ വാഷിംഗ്. ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ, ആൻഡ് ദേ ആർ സ്റ്റിച്ച്ഡ് ആണ്. അല്ലെങ്കിൽ ഹീ ടുക്ക് ഓഫ് all his clothes എന്ന് പറയും, which you should not do in the public by the way. So clothes എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എന്നാണ്. And clothes, it doesn't have a singular form. Okay, now let's get into the next one, which is cloth. Now cloth എന്ന് പറയുന്ന ഈ ഒരു വേർഡ്, this is something which is used to talk about the fabric or the material. റീസെൻ്റ്ലി ഞാനൊരു കടയിൽ പോയി. ഐ എം എ പേഴ്സൺ ഹു ലവ് ടു സ്റ്റിച്ച് മൈ ക്ലോത്ത്സ്. സോ ഞാനൊരു കടയിൽ പോയിട്ട് ഐ ടച്ച് ദ ഫാബ്രിക്. ഒരു കളർ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ ടച്ച് ദ ഫാബ്രിക് ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. വെൽവെറ്റ് ആണോ എന്ന് പറഞ്ഞാൽ അതുമല്ല, വൂളൻ ആണോ എന്ന് പറഞ്ഞാൽ അതുമല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് സം മെറ്റീരിയൽ. സോ ഐ വാസ് ക്യൂരിയസ് ടു നോ ഇതെന്താണ് ഈ മെറ്റീരിയൽ. സോ ഐ ആസ്ക്ഡ് ദ ഷോപ്പ് കീപ്പർ ഓർ ദ വെൻഡർ, ഹൂഎവർ ഇറ്റ് ഈസ്, ഇതെന്താണ് ചേട്ടാ, ഇതെന്ത് മെറ്റീരിയലാണ്? സോ ഹി ടോൾഡ് മീ ഇത് ഇന്ന 2 മെറ്റീരിയൽസ് ചേരുന്നതാണെന്ന് പറഞ്ഞു. ആൻഡ് ഐ ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഐ വാസ് ലൈക്ക്, കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നിന്നുപോയി. ബിക്കോസ് ഈ സാധനം ഒരു കുർത്ത തയ്ച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സുഖം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. സോ ഫാബ്രിക് ആൻഡ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ക്ലോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ പ്ലൂറൽ ഫോം, ക്ലോത്ത്സ് ആണ്, ബട്ട് വിത്തൗട്ട് ഇ. CLOTHS കൊണ്ട് നമുക്ക് നിർത്താം. ആൻഡ് നൗ ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് വൺ, വിച്ച് ഇസ് ക്ലോതിങ്. ഈ ക്ലോതിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മറ്റ് രണ്ടെണ്ണത്തിനകത്തുനിന്ന് ഡിഫറെൻ്റ് ആവുന്നത്? വെൻ ഇറ്റ്സ് ലൈക്ക് എ കളക്ഷൻ ഓഫ് ക്ലോത്ത്സ്. ഇത് പറയുമ്പം നമുക്ക് ക്ലോത്ത്സ് CLOTHESൻ്റെയും കൂടെ ഉപയോഗിക്കാം, CLOTHSൻ്റെ കൂടെ നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ബോത്ത് ദ ക്ലോത്ത്സ്, ഇറ്റ് ഗോസ് വിത്ത് ബോത്ത് ഓഫ് ദം. സോ ദാറ്റ് ഈസ് ക്ലോതിങ്, എ കളക്ഷൻ ഓഫ് ക്ലോത്ത്സ് എന്നാണ്. നൗ ഫോർ എക്സാമ്പിൾ വി സേ വിൻ്റർ ക്ലോതിങ് എന്ന് പറയും. സോ ഇഫ് യു സീ വെബ് സീരീസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ചില ആളുകൾ പറയും വിൻ്റർ ക്ലോതിങ് ഹാസ് അറൈവ്ഡ് എന്ന് പറയും. സെപ്റ്റംബറിൽ തന്നെ അത് വരും. അതായത് ഏത് സീസൺ ആണോ അതിന് 2 മാസം മുമ്പ് തന്നെ ആ ക്ലോതിങ് ലൈൻ അല്ലെങ്കിൽ ആ ക്ലോതിങ് ബ്രാൻഡ് എത്തിയിരിക്കുമെന്നാണ്. സോ അതുകൊണ്ടാണ് വിൻ്റർ ക്ലോതിങ് ഹാസ് അറൈവ്ഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് കോൾഡ് എ കളക്ഷൻ ഓഫ് വിൻ്റർ ക്ലോതിങ്. എല്ലാം കൂടെ ചേരുന്ന ആ കളക്ഷനെയാണ് ക്ലോതിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫൺ ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജോയിൻ ഇംഗ്ലീഷ് ഹൗസ് ആൻഡ് ദ ലിങ്ക് ഇസ് ആക്ച്വലി ഗിവൺ ബിലോ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. താഴെ കണ്ടില്ലെങ്കിൽ പിണങ്ങി പോരുത്, മേളിലുണ്ടായിരിക്കും.